ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണണം കേട്ടോ, ഒന്ന് സഹായിക്കണേ. അപ്പോൾ ഇന്നേ കറിക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. ഇന്ന് അവധി ദിവസമൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ജോലിക്കൊക്കെ പോയി വന്നിട്ട് വൈകുന്നേരം ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വാഴക്കൂമ്പ് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചേ. ഞാനപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നമുക്കത് ശരിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ആമിയും ഗൗതം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് തന്നെ. അവരിങ്ങനെ ഓരോ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. മീനൂട്ടി എന്നോട് വിശേഷം പറയുന്നുണ്ട്, അവളും കിടന്ന് കരയുന്നുണ്ട് ഞാനിവിടെ വന്നിരുന്നപ്പോൾ. അപ്പോൾ വാഴക്കൂമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടേ എനിക്കൊരു 6 മണിയാകുമ്പോഴേക്ക് ഇവിടെ ഒരു ഡോക്ടർ വരുള്ളൂ, ഒരു ക്ലിനിക്കിൽ. അവിടെ വരെ ഒന്ന് പോകണം. ചെറുതായിട്ടൊരു പനി ആയിട്ടില്ല, നല്ല ജലദോഷവും തലവേദനയും ശരീരം വേദനയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം പനിയാക്കാനുള്ള നമുക്ക് നാളെ ജോലിക്കൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ ഒന്ന് ഡോക്ടറെ അടുത്ത് പോകണം. അപ്പം ഞാനാണ് വാഴക്കൂമ്പ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട്, അപ്പോൾ ഇന്ന് ചോറ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് നല്ലൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയും പയറും കൂടി എടുത്തിട്ടേ കഴുകി കുക്കറിൽ ഇട്ടെന്നാൽ വേഗം ഒരു പയർ കഞ്ഞി സെറ്റാക്കി എടുക്കാമല്ലോ. അപ്പം ഇന്നാണെങ്കിൽ മീനൊന്നും കിട്ടിയതും ഇല്ല കേട്ടോ കറിക്ക്. പിന്നെ അവിടെ എന്താ മത്തിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ മത്തി ഞാൻ വാങ്ങിച്ചില്ല. കുറേ ദിവസമായിട്ട് മത്തിയായിരുന്നു. അപ്പം പിന്നെ ഞാൻ മത്തി വാങ്ങിച്ചില്ല. അപ്പം ഞാൻ പയറും അരിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടെന്നാൽ അത് വേഗം റെഡിയാക്കി എടുക്കാം. പിന്നെ വാഴക്കൂമ്പ് ഞാനേ മഞ്ഞളും ഉപ്പും തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ വേഗം ഇതൊക്കെ ശരിയാക്കിയിട്ടേ ചേട്ടൻ എന്നെ മരുന്നിന് പോകാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിക്കാം. വൈകിട്ട് ചായ കുടിച്ചതാണ്, എന്നാലും നമുക്കൊരു ചായയും കൂടി കുടിക്കാം. ഇങ്ങനെ ചൂടായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നുന്നു. പനി വരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളായിരിക്കാം. ഞാനപ്പോഴുണ്ടല്ലോ അതേ പാല് തിളച്ച് പൊങ്ങി ഞാനവിടെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ അറിയുന്നില്ല, കാരണം എനിക്ക് ഇന്ന് എന്തോ ആകെ ഒരു ക്ഷീണം. ഇങ്ങനെ പാലൊന്നും തിളച്ചതിൻ്റെ പോകാത്തതാണ്. അപ്പോൾ ഇങ്ങനെ പാല് തിളച്ച് തൊട്ടടുത്ത് നിന്നിട്ട് ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിങ്ങനെ സ്റ്റൗവിലേക്ക് തിളച്ച് വീണ് ഷൂ എന്നുള്ള സൗണ്ട് കേട്ടപ്പോഴാണ് അയ്യോ ചായ തിളച്ചു പോയെന്ന് ഞാൻ കണ്ടത്. അപ്പോൾ വേഗം തന്നെ ഞാനത് മാറ്റിയിട്ടേ എനിക്കിങ്ങനെ ചായ പാല് കഞ്ഞിയൊക്കെ തിളച്ച് വീണാൽ അപ്പം തന്നെ തുടക്കണം കേട്ടോ. ഈ ഗ്ലാസ് ടോപ്പൊക്കെ ചൂടോടുകൂടി തുടക്കാൻ പാടില്ല സ്റ്റൗ എന്നൊക്കെ എനിക്കറിയാം. എന്നാലും എനിക്കത് തുടക്കാതെ പിന്നെ അടുത്ത പണിയിലേക്ക് പോയെന്നാലേ എനിക്ക് എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. അപ്പം ഞാനത് വേഗം അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്താല്ലേ ഒരു പണിയൊന്ന് വേഗം ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം എന്നെ ഒരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇപ്പം തന്നെ ഡോക്ടർ പോകാറാവും, 7 മണി കഴിഞ്ഞ്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. ഈ ചായ കുടിച്ചിട്ട് ഇപ്പോൾ വരാം. അപ്പം ഞാൻ ചായ എടുത്തപ്പോൾ പുള്ളിക്കും വേണം. അപ്പം പിന്നെ രണ്ടുപേരും കൂടി അങ്ങനെ ചായയൊക്കെ കുടിച്ച് ചായ വേഗം കുടിക്കുവാണേ. ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ വേഗം ഇറങ്ങി കേട്ടോ. അപ്പം ആമി വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വരണ്ട, കാരണം എൻ്റെ കൂടെ ഇനി ഇരുന്നൊക്കെ വന്നിട്ട് ആൾക്കും കൂടി പനി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആമീനെ അവിടെ താഴെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞാനും ചേട്ടൻ കൂടി പോയി. അപ്പം ഒരു സുനികുമാരി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണോ അനിയത്തിയാണോ ആരാന്നറിയില്ല കേട്ടോ, സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു കേട്ടോ, ഇങ്ങനെ നിങ്ങളുടെ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കായലിൻ്റെ കരികത്തായതുകൊണ്ടേ. അപ്പോഴേ ഞാൻ ഡോക്ടറെ അടുത്ത് വന്നപ്പോഴേ ഡോക്ടർ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ഞാനായിരുന്നു ലാസ്റ്റ് പേഷ്യൻറ്റ്. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ് വേഗം വാ നോക്കാമെന്ന് പറഞ്ഞിട്ട്. അതായത് അപ്പോൾ പോണ വഴിക്കേ നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ ആണ്. അപ്പോൾ അതിൻ്റെ തോരണവും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മരുന്നും മേടിച്ച് ഞങ്ങൾ പിന്നെ കടയിൽ പോയി വാഴക്കൂമ്പ് മാത്രമുള്ളല്ലോ കറി. അപ്പോൾ അത് ഒരു ഉണക്കമീൻ മേടിച്ചിട്ടേ വേഗം ഇങ്ങോട്ട് വന്നു. അപ്പോൾ വാമിക്കും ഞാൻ അങ്ങോട്ട് ആശുപത്രിയിലേക്ക് പോയപ്പോഴത്തേക്ക് ക്ലിനിക്കിലേക്ക് ഇറങ്ങിയപ്പോഴേക്കേ അവനും വന്ന് എന്നെ എടുക്കമ്പേന്ന് പറഞ്ഞ് വന്നിട്ടോ. അപ്പം ഞാൻ പറയട്ടെ എപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനവിടെ എന്നെ കാത്ത് പുറത്ത് തന്നെ നിൽക്കണമായിരുന്നു പാവം വെച്ച്. അപ്പം എന്നോട് പറയണേണ് അമ്മ എന്നെ എടുക്കുക. ഞാനിങ്ങനെ ജോലിക്ക് പോയി വന്നു കഴിയുമ്പോൾ അവനെന്തെങ്കിലും മിഠായിയൊക്കെ മേടിച്ചിട്ട് വരുവേ. അപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ മരുന്നിന് പോയതാണ് കുഞ്ഞേ, മിഠായി ഒന്നും വാങ്ങിയില്ല എന്നിങ്ങനെ പറയണമായിരുന്നു. ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം ജലദോഷം എനിക്ക് കുഞ്ഞിന് വരണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ രാത്രി ഇങ്ങനെ കായലിങ്ങനെ ശാന്തമായിട്ട് കിടക്കുവാണേ. അപ്പം ഞാനേ വന്ന പാടെ മരുന്ന് വല്ലതും
പെട്ടെന്ന് നമുക്ക് ആശ്വാസം തരുന്ന വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാം അവരെഴുതിയേക്കണം ഭക്ഷണത്തിന് ശേഷം കഴിക്കുക എന്നാണ്. അപ്പം ഞാനിപ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, എന്നാൽ ഞാൻ വിചാരിച്ച് വേഗം ജോലി ചെയ്ത് തീർത്തിട്ട് അവിടെ വേറെ കറിക്കൊന്നും വേറെ ഒന്നും ഇരിപ്പുണ്ടായിരുന്നില്ല ഇന്ന്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെയ്ത്, അപ്പോൾ ഉണക്കമീൻ ഞാനങ്ങ് വെള്ളത്തിലേക്ക് ഇട്ട്. അപ്പം ഞാൻ ചായ കുടിച്ച പാത്രമൊക്കെ സിങ്കിലിട്ടിട്ടാണ് പോയത്. എനിക്കിങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് ജോലി ചെയ്യാൻ പറ്റില്ലെന്നേ. എനിക്ക് അവിടെ അതൊക്കെ കഴുകാനുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വെച്ചിട്ട് വൃത്തിയായിട്ടൊക്കെ ഇട്ടാലേ എനിക്ക് ഒരു സ്പീഡ് വരത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഈ പാത്രമൊക്കെ അങ്ങ് വേഗം കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ ചോറ് 2-3 അടിയൊക്കെ അടിച്ചിട്ടാണ് പോയത് കുക്കറിൽ. അപ്പം അത് തുറന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒരു 2-3 വിസിലും കൂടി കേൾക്കണം കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ടൊക്കെ വെച്ചിട്ട് വേഗം ചട്ടി വെച്ച്. അപ്പോൾ ഈ ചട്ടിയിൽ ഈ മൺചട്ടി ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. പക്ഷേ ചൂടായി കഴിഞ്ഞെന്നാൽ നല്ല ചൂടായിരിക്കും അതിന്. കാരണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്താലും അതിൻ്റെ ചൂട് കുറേ നേരം കഴിഞ്ഞ്, ഇപ്പോൾ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ തിളച്ച് മറിയും കിടന്ന്. ഓഫ് ചെയ്താലും സ്റ്റവ് ഓഫ് ചെയ്ത് കുറേ നേരത്തേക്ക് തിളക്കും. അപ്പോൾ നല്ല ചൂട് പിടിച്ചാൽ നല്ല ചൂടായിരിക്കും അതിന്. അപ്പോൾ അത് ചൂട് പിടിക്കുന്ന സമയം കൊണ്ടേ നമ്മൾ ഉണക്കമീനൊക്കെ കഴുകി വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഉണക്കമീനൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അവരെവിടെയിട്ടാണ് ഉണക്കുന്നത്, എങ്ങനെയാണ്, കഴുകാതെ ആണോ കഴുകിയിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയേക്കുക. അപ്പോൾ ഒന്ന് കഴുകിയൊക്കെ എടുക്കുക. എനിക്കിവിടെ മീനൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്കിനി സീസൺ തുടങ്ങണേ ഉള്ളൂ. ഉണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ തീർന്നു. ഇനിയിപ്പോൾ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ചെമ്മീനും മീൻ കൊഴുവ അങ്ങനെയൊക്കെ കഴുകി ഉണക്കിയൊക്കെ വെക്കും. അപ്പോൾ നമ്മൾ ഉണക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, കഴുകണ്ട പിന്നെ എന്നുവെച്ചാൽ കഴുകിയൊക്കെയാണ് ഞാൻ ഉണക്കുന്നത്. അപ്പം ഞാനേ വഴക്കുമ്പോൾ അങ്ങ് തോരനാക്കാമെന്ന് വിചാരിച്ച് ആ ചട്ടിയിലേക്ക് ഇട്ട് അതൊന്ന് മൂടി വെച്ചെന്ന് അത് അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ. എന്നിട്ടിനി അത് ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഞാനേ അത് മാറ്റിയെന്നറിയാമോ, ഈ ക്യാമറ അവിടെ സെറ്റ് ചെയ്തേക്കണോണ്ടേ ഞാൻ ഇപ്പുറത്തോട്ട് മാറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ അടപ്പിൽ ഉണക്കമീൻ വറുക്കാനായിട്ട്, ഈ ഉണക്കമീൻ പല ഭാഗത്തും, അതായത് ഇപ്പം ഞാൻ വറുക്കണ പോലെ ആയിരിക്കില്ല നിങ്ങൾ വറുക്കണ പോലെ ആയിരിക്കില്ല വേറൊരാൾ വറുക്കുന്നത്. പല സ്ഥലത്തും പല രീതിയിലാണ്. ഇപ്പം ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ വേറെ രീതിക്കാണ് വറുക്കുന്നത്. ഇപ്പം ഞാൻ വറുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അത് കഴുകിയായിരുന്നല്ലോ. അപ്പോൾ കഴുകിയത് കൊണ്ട് ഞാൻ ആദ്യം വെറുതെ ഒന്ന് ചട്ടിയിലിട്ട് അതിനെ വെള്ളമയം ഒന്ന് കളഞ്ഞെടുക്കും. എണ്ണയൊന്നും ഒഴിക്കില്ലായിരുന്നു അപ്പോൾ ആദ്യം കേട്ടോ. അത് കഴിഞ്ഞ് ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴാണ് ഞാൻ എണ്ണയിലിട്ട് നന്നായിട്ട് വറുക്കുന്നത്. ഇപ്പം ഞാൻ മഞ്ഞളും മുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഉള്ളിയും ഇഞ്ചിയൊക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ചതച്ചങ്ങ് എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ കിടന്നിട്ട് ഉണക്കമീൻ നന്നായിട്ട് മൊരിയുന്നുണ്ട് കേട്ടോ എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം പോകാനായിട്ട് എണ്ണയില്ലാതെ ഒന്ന് വറുത്തെടുത്തിട്ടാണ് പിന്നെ വെള്ളമയം പോയി കഴിഞ്ഞിട്ടാണ് എണ്ണയിലിട്ട് വറുക്കുന്നത്. അപ്പോൾ അതവിടെ മുരിയണ നേരത്തിന് നമ്മളിവിടെ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊടി ഇട്ടിട്ടോ. കാരണം ഞാൻ കഴുകി വരുമ്പോഴേക്കും അതിൻ്റെ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും, അപ്പോൾ പിന്നെ ഉപ്പുണ്ടാവില്ല. എന്നിട്ട് ഞാൻ മൊരിഞ്ഞ നമ്മുടെ ഉണക്കമീനൊക്കെ സൈഡിലേക്ക്, ആ ചട്ടിയുടെ സൈഡിലേക്ക് തന്നെ മാറ്റി വെക്കും. വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റണ്ട കേട്ടോ. അതിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് ആ നടുവിലപ്പോൾ കുഴിയിൽ എണ്ണ വരുമല്ലോ, ആ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, എന്താ പറയുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചതച്ച ആ മസാലക്കൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കും. അപ്പോൾ അതും അവിടെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞു വേണം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞില്ലെങ്കിൽ എന്താണെന്നറിയോ, വേഗം ഉണക്കമീൻ തണുത്തു പോകുന്നേ വറുത്ത് കഴിഞ്ഞാൽ. അതിങ്ങനെ നന്നായിട്ട് ഉള്ളിയൊക്കെ മൊരിഞ്ഞെന്നാൽ പെട്ടെന്ന് തണുത്തൊന്നും പോകത്തില്ല കേട്ടോ. നമുക്കിങ്ങനെ നല്ല കടുപടിയായിട്ട് തന്നെ കടിച്ച് തിന്നാം. അതുകൊണ്ട് ഞാനപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിയട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഞാനിപ്പോൾ കുറച്ച് മുട്ടയും കൂടി വറുക്കാം. കാരണം ഗൗതം ഈ വഴക്കുമ്പോൾ അവൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമാണ്. അവൻ ചിലപ്പോൾ അതൊന്നും കഴിക്കില്ല, എത്ര പറഞ്ഞാലും അതെ കേട്ടോ. പിന്നെ ഞാൻ ചോറിൻ്റെ അരികിൽ വെച്ച് കൊടുക്കും, ഇത് കഴിക്കണം, നിർബന്ധമായിട്ട് കഴിക്കണമെന്നൊക്കെ പറയുമെങ്കിലും എനിക്കറിയാമല്ലോ അവൻ്റെ കാര്യം. അപ്പം ഞാനെന്നാൽ മുട്ട വറുത്തെടുക്കുക. ആദ്യമൊന്നും അവൻ മുട്ടയും കൂട്ടില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് മുട്ട കൂട്ടാൻ തുടങ്ങിയത്. നേരത്തെ ആണെങ്കിൽ മുട്ട, ചെമ്മീനും ഞണ്ടൊന്നും ഇപ്പോഴും കൂട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ചെമ്മീൻ ചമ്മന്തി അരച്ചായിരുന്നേ. ഞാൻ പറഞ്ഞു ഇതിൽ ചെമ്മീൻ ഇട്ടിട്ടില്ല, അവൻ ചെമ്മീൻ്റെ ടേസ്റ്റ് അറിയില്ലല്ലോ എന്താണെന്ന്, അവൻ ഇതുവരെ കൂട്ടിയിട്ടില്ല. അവൻ ഞാൻ പറഞ്ഞു തേങ്ങ മാത്രമേ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എടുത്തപ്പോൾ ആളൊരു പൊടിക്കോളം ഇങ്ങനെ കൂട്ടി.
അപ്പം അമ്മ ഇത് ടേസ്റ്റ് ഞാൻ പറഞ്ഞ ഇല്ല മോനെ ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളെ കഴിപ്പിച്ചെടുത്തിട്ട് അത് എന്നുവെച്ചാൽ അന്ന് വേറെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കഴിക്കാതെ ആൾക്കും നിവർത്തിയില്ലായിരുന്നു, അങ്ങനെ കഴിച്ചു. അപ്പം ഞാനെന്നിട്ട് മുട്ടയും കൂടി പൊരിച്ചെടുത്തേക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് വാഴക്കൂമ്പൊന്നും പിടിച്ചില്ലെങ്കിലോ എന്ന് ഓർത്ത് വേഗത മുട്ട. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ അവിടെ ആ ഉള്ളി മുളക് മൂത്ത് വന്നപ്പോൾ അതിലിട്ട് അങ്ങോട്ട് നന്നായിട്ട് ആ ഉണക്കമീനും കൂടി ഇളക്കിയിട്ട് ഞാനങ്ങ് ആ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം ചട്ടിയിൽ ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ചൂടോടുകൂടി ഇനി ഇരിക്കുമ്പോൾ ഒന്നും കൂടി നല്ലോണം മൊരിഞ്ഞങ്ങ് കിട്ടും. അപ്പം നമ്മൾ മുട്ടയും കൂടി വേഗം വറുത്തെടുത്തു. എന്നിട്ട് ഇപ്പോൾ കഞ്ഞി കൊടുക്കുമ്പോഴേക്കും ഒരു ചോദ്യം വരും, പപ്പടം ഇല്ലേന്ന്. എന്തൊക്കെ കറി ഉണ്ടെങ്കിലും അന്നേരം ചേട്ടൻ പപ്പടത്തെ കയറി പിടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ ചോദ്യം ഒഴിവാക്കിയേക്കാം, ഒരു 2-3 പപ്പടം അങ്ങോട്ട് വറുത്തെടുത്തെന്നാൽ ഇനി പപ്പടം ഇല്ലെന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ച്. അതുമല്ല കഞ്ഞിക്ക് ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഒരു നല്ലതല്ലേ. അപ്പോൾ കഞ്ഞിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനതിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ട് വേറൊരു കലത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയൊക്കെ വെച്ചിട്ടോ. അങ്ങനെ കഞ്ഞിയും പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് തോരനും ചോറ്. ഇത് ചോറ് ആർക്കാണെന്നറിയാമോ? ഗൗതൂനാണ്. അവൻ കഞ്ഞി കുടിക്കൂല, എനിക്കറിയാമല്ലോ. അവൻ എത്ര പനി വന്നാലും കഞ്ഞി കുടിക്കില്ല. പിന്നെ ഇത് ഞാൻ താഴേക്ക് കൊടുക്കാനേ കുറച്ച് വാഴക്കൂമ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ ഗൗതം പഠിക്കുന്നു, ആമി കളിക്കുന്നു, ചേട്ടനാണ് ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എനിക്കാണെങ്കിൽ ഇത് കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ. ശരീരം നല്ല വിറയുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു പനിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേഗം അങ്ങ് കഞ്ഞി കുടിച്ചിട്ട് അങ്ങ് പോയി കിടക്കാം മരുന്നും കഴിച്ചെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ മുട്ട പനി കൂട്ടാവോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എടുത്ത് വാഴക്കൂമ്പ് തോരനും ഉണക്കമീനും പപ്പടമൊക്കെ കൂട്ടി ഞാൻ വേഗം നിന്ന് കഞ്ഞി കഴിച്ചേ. കഞ്ഞിയൊക്കെ കുടിച്ച് വന്നിട്ടേ ഞാൻ എൻ്റെ മരുന്നൊക്കെ എടുത്ത് കഴിക്കുവാണ്. നമ്മളിങ്ങനെ വയ്യാത്ത സമയത്താണ് കേട്ടോ നമ്മൾ വിചാരിക്കും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഓർത്തു പോയി. കാരണം നമുക്കൊരു കൈസഹായം എന്തെങ്കിലുമൊക്കെ. അപ്പം അമ്മയുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അടുക്കളയിലൊന്നും കയറണ്ടായിരുന്നല്ലോ, അവിടെ വാറി മരുന്നും കഴിച്ച് കിടന്നാൽ മതിയായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, അങ്ങനെ ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ട് വേഗം അങ്ങ് പോയി കിടക്കാൻ നോക്കട്ടെ. ശരീരം നല്ല വിറക്കലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അപ്പോൾ ഗുഡ് നൈറ്റ്.